ദാറുൽ ഹുദ സ്ഥാപനങ്ങളും വാഫി വഫിയ സ്ഥാപനങ്ങളും ഇതെല്ലാം സമസ്ത കേരള ജംഇയ്യത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ്. സാന്ദർഭികമായി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സ്ഥാപനങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഗതിവിഗതികളിൽ സമസ്ത ഇടപെടാറില്ല. അത് ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളും നടക്കും, ഓരോ മഹല്ലും നടക്കും, ഓരോ മദ്രസകളും നടക്കും. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്ത് വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ സമസ്ത അവിടെ ഇടപെടും. വാഫി വഫിയ കോളേജിന്റെ കാര്യത്തിൽ ഇത് മാത്രമാണ് ചെയ്തത്. സമസ്ത കേരള ജംഇയ്യത്ത് അതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. വാഫി വഫിയ കോളേജ് സമസ്ത കേരള ജംഇയ്യത്ത് ആശയാദർശങ്ങളും അതിന്റെ ചട്ടങ്ങൾക്കും വിരുദ്ധമായി ചില നീക്കങ്ങൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തിയപ്പോൾ സമസ്ത സ്വാഭാവികമായി നടപടിക്രമങ്ങളിലേക്ക് പോയി അവരെ ഉപദേശിച്ചു. സമസ്ത ഉപദേശിച്ചു എന്ന് മാത്രമല്ല, മുഷാവറയിൽ പലതവണ ചർച്ച ചെയ്തു. അവർ പല ഉപദേശങ്ങളും പല ചർച്ചകളും നടത്തി. അവസാനം ബഹുമാന്യരിൽ ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്ത് ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹു മഹയുടെ കബറിടം സ്വർഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ചുകൂടെ നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇവര് എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് തങ്ങൾ പറഞ്ഞു, ഞാനും സംസാരിക്കട്ടെ ആളുമായി. ബഹുമാനപ്പെട്ട തങ്ങൾ അദ്ദേഹവുമായി ജീവിതത്തിന്റെ അവസാന ഘട്ടം സംസാരിച്ചു എന്ന വിവരം ആദരണീയരായ സമസ്തയുടെ പണ്ഡിതന്മാരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മാറ്റം വന്നില്ല. അവസാനം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു. ലാസ്റ്റ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വന്നു. എന്നിട്ടും സമസ്തക്കെതിരെ പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുകയല്ലാതെ കീഴ്പ്പെടുന്ന സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ അവസാനം മധ്യസ്ഥ സമിതി രംഗത്ത് വന്നു. സ്വാഭാവികം അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മുടെ സംവിധാനത്തിൽ തകരാറ് വന്നാൽ മേൽഘടകം പറഞ്ഞാൽ സ്വീകരിക്കണം, സാമാന്യ മര്യാദ. അത് സ്വീകരിക്കുന്നതിൽ അവസാനം മധ്യസ്ഥ സമിതി വരും. ഈ വിഷയം തീർക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രബല വിഭാഗമായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ നിലവിലിരിക്കുന്ന ചെറിയ അനുരണനങ്ങൾ, ചെറിയ ഭിന്നതകൾക്ക് അടിസ്ഥാനപരമായ ഒരേ ഒരു കാരണം മാത്രമാണ് ഈ വാഫി വഫിയ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്നവർ സമസ്തയെ അംഗീകരിക്കുന്നില്ല എന്ന ഒറ്റ കാരണമാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ സമുന്നതരായ നേതാക്കന്മാരാണ് സമസ്തയുടെ സമുന്നതരായ 3 നേതാക്കന്മാർ. അതിന്റെ പ്രസിഡന്റ്, അതിന്റെ ജനറൽ സെക്രട്ടറി, അതിന്റെ ഖജാൻജി, കൂടെ അഭിമന്യരായ സമസ്തയുടെ എല്ലാമായ ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ. അതിന് പുറമെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഞാൻ മുസ്ലിം ലീഗിന്റെ ആളെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവരെ സപ്പോർട്ട് എനിക്കുണ്ട്. അവർ സ്വാഭാവികം ചർച്ച ചെയ്യാൻ വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒപ്പം സമസ്തക്കും മുസ്ലിം ഒരുപോലെ സ്വീകാരനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ 5-6 ആളുകൾ മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചയ്ക്കെടുത്തു. വിശദമായി ചർച്ച ചെയ്തു. ഒരു ദിവസമല്ല, 4 ദിവസം തുടർച്ചയായി അവർക്ക് സംസാരിക്കാൻ കഴിയില്ലോ. 3 മാസത്തിനകമാണ് 4